ഹലോ കൂട്ടുകാരെ, ഗീതാ ഗോവിന്ദം ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. ആദ്യം നമ്മൾ വിചാരിക്കും ഗീതവും ഗോവിന്ദും പോയി തീർന്നു എന്ന് വിചാരിക്കും. പക്ഷെ പിന്നീട് ഒരു എപ്പിസോഡ് പകുതി എത്തുമ്പോൾ തിരിച്ച് അത് പൊളിയാണ് മക്കളെ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗീതു ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നുണ്ടല്ലേ. അപ്പൊ നമ്മുടെ അജാസിനെയും കൂട്ടിയാണ് പോകുന്നത്. അപ്പൊ അനാർക്കലിയും നമ്മുടെ ഭാസ്കരനും അവിടെ വരുമെന്നറിയാം, ഗീതുവിനെ കൊല്ലാൻ ശ്രമിക്കുമെന്നും അറിയാം. അജാസ് അവരിൽ നിന്ന് നമ്മുടെ ഗീതുവിനെ രക്ഷിച്ചെടുക്കാൻ അവരുടെ അവരുടെ ഒരു പ്ലാൻ കേട്ടോ. അപ്പൊ ഇവരെ നേരിട്ട് കണ്ട് ഒരു ഏറ്റുമുട്ടൽ, അതാണ് നമ്മുടെ ഗീതുവിന്റെ പ്ലാൻ. പക്ഷെ ഇവര് വരുമ്പോഴാണ് നമ്മുടെ അനാർക്കലിയുടെ ഫോണിൽ ഒരു വീഡിയോ കാണിക്കും. അതായത് വിനോദിനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ആരൊക്കെയോ കൊല്ലാൻ നോക്കുന്ന വീഡിയോ. പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ വിനോദും രേഷ്മയും തമ്മിലുള്ളൊരു എന്താ പറയുക ഗെയിം ആയിരിക്കും അതട്ടോ. നമ്മുടെ ഗീതുവിനെ ചതിക്കുകയാണ് ശരിക്കും അവര്. പിന്നീട് നമ്മുടെ അനാർക്കലിയും നമ്മുടെ ഭാസ്കരനും നമ്മുടെ ഗീതുവിനെ കെട്ടിയിടുന്നുണ്ട്. ഈ ഒരു വിനോദിന്റെ കാര്യവും കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ ഗീതുവിനെ കെട്ടിയിടുന്നുണ്ട്. അജാസിന് വേറൊരു മുറി കൊണ്ട് അവിടെയും കെട്ടിയിടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനാർക്കലിയും ഭാസ്കരനും പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളുടെ കെട്ടിയാൻ്റെ അടുത്തേക്ക് പോകുവാടി, അവനെ തീർത്തിട്ട് വരാം, എന്നിട്ട് പിന്നെ നിന്നെ തീർക്കും എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ വരുണിനെ അവിടെ കാവല് നിർത്തിയിട്ടാട്ടോ ഇവര് പോകുന്നത്. അപ്പൊ ഇവര് പോയതിന് പിന്നാലെ നമ്മുടെ ഗീതു വരുണിനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അത്രയും നേരം ഇങ്ങനെ പാവം കളിച്ച് ഗീതു, അയ്യോ എൻ്റെ കണ്ണേട്ടനെ കൊല്ലല്ലേ, എന്നെ വേണമെങ്കിൽ കൊന്നോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാവം കളിച്ച് ഗീതു അവര് പോയതിന് ശേഷം തന്നെ ഭയങ്കര ചിരിയാട്ടോ. അപ്പൊ വരുണിനോട് പറയുന്നുണ്ട്, എടാ ഈ കഥ തുടങ്ങിയത് ഞങ്ങളാണ്, ഇതിന്റെ ക്ലൈമാക്സ് ഞങ്ങൾ തൂക്കും, നീ എന്തൊക്കെയാ വിചാരിച്ചേ, ഗോവിന്ദേട്ടൻ അത്ര പൊട്ടനാണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു കുറെ ഡയലോഗ് അടിക്കുന്നുണ്ടേ. പിന്നീടാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ അനാർക്കലിയും ഭാസ്കരനും ജയിലിൽ പോയി ഗോവിന്ദിനെ കണ്ടിട്ട് ഗോവിന്ദിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, ആ ഇൻസ്പെക്ടറുടെ ഒരു സഹായത്തോടു കൂടി കേട്ടോ. എന്നിട്ട് അവർ നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട്, എൻ്റെ ഈ കൈ കൊണ്ടാണ് നിന്റെ അച്ഛനെ ഞാൻ കെട്ടിത്തൂക്കി, അതേപോലെ നിന്നെയും കെട്ടിത്തൂക്കാൻ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിങ്ങനെ അയാളുടെ പോക്കറ്റിൽ നിന്നും ഇങ്ങനെ തൂക്കുകയറെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ വന്നിട്ട് പറയും, എസ് ഐ സാർ വരുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് പിന്നെ വാ എന്നും പറഞ്ഞിട്ട് അവരെ തിരിച്ചയക്കുന്നുണ്ട്. പിന്നീടാണ് നമുക്ക് ആ ഒരു ഗോവിന്ദിന്റെ കളി മനസ്സിലാവുന്നത്. ഗോവിന്ദ് അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവർ പറയുന്നതൊക്കെ ആ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മുടെ എസ് ഐ അവിടെ വലിയ ഡിവൈഎസ്പി എല്ലാവരും ഇരുന്ന് നേരിട്ട് ലൈവായിട്ട് കാണുകയായിരിക്കും. അപ്പൊ അവർക്ക് നേരെ തെളിവ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസ്പെക്ടർ നമ്മുടെ ഗോവിന്ദിന്റെ ആളായിരിക്കും കേട്ടോ. അങ്ങനെ ഇവര് പോയതിനു ശേഷം നമ്മുടെ ഗോവിന്ദ് കയ്യിലെ വിലങ്ങൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഒരു മാസ് വരവ് ജയിലിൽ നിന്നും വരുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് കേട്ടോ. ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ കൂട്ടുകാരെ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.